നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണോ? ബിടെക് അല്ലാന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ ജർമ്മനിയിലോട്ട് മാസ്റ്റേഴ്സിന് ശ്രമിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് എത്ര യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം, മാസ്റ്റേഴ്സിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോൾ നമ്മളെ പോലത്തെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഏതൊക്കെ കോഴ്സിലോട്ടാണ് നിങ്ങൾ എയിം ചെയ്യേണ്ടത്, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കീ പോയിന്റ്സ് ആണ് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കണ്ട. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് സാധ്യത കൂടുതലൊക്കെ ഉണ്ടാവുക എന്തൊക്കെ ക്രൈറ്റീരിയാസ് നോക്കിയാലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡെൽജൻ ഡേവിസ്. ഞാനിപ്പോൾ കറൻ്റ് ഉള്ളത് ജർമ്മനിയിലാണ്. അതുപോലെ തന്നെ ജർമ്മനിയിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോയാലോ. ജർമ്മനിയിലോട്ട് മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ ആദ്യത്തെ ഡൗട്ടാണ്, ചേട്ടാ എത്ര യൂണിവേഴ്സിറ്റിയിലോട്ട് ഞാൻ അപ്ലൈ ചെയ്താലാണ് എനിക്ക് കിട്ടാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ എത്ര യൂണിവേഴ്സിറ്റിയിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എവിടെയൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നല്ല രീതിയിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ പറയാൻ പറ്റുക നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എത്ര യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്താലാണ് അഡ്മിഷൻ കിട്ടുക എന്നുള്ള കാര്യത്തിന് കറക്റ്റായിട്ടുള്ള ഉത്തരം കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണ മെക്കാനിസം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 10 യൂണിവേഴ്സിറ്റിക്കോ 20 യൂണിവേഴ്സിറ്റിക്കോ അപ്ലൈ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒറ്റ യൂണിവേഴ്സിറ്റിക്ക് പോലും ഈ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ വരാനായിട്ടുള്ള സാധ്യത ഇല്ലാത്തൊരു അവസ്ഥയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പരമാവധി കുറച്ച് യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള സാധ്യത നിങ്ങൾക്ക് കൂട്ടാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. സോ നമ്മൾ ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നോക്കേണ്ടത്. നിങ്ങൾ ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ ക്രൈറ്റീരിയാസ് ആണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ സപ്പോസ് ഇപ്പോൾ നിങ്ങളൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബികോം സ്റ്റുഡൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ല എന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞ സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള നോക്കുന്നത് നിങ്ങളുടെ ECTS ആണ്. ഇപ്പോൾ നിങ്ങൾ 3 ഇയേഴ്സിൻ്റെ ഒരു ബാച്ചിലേഴ്സ് ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഉണ്ടാവുക ഒരു 120 ക്രെഡിറ്റ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു 4 ഇയേഴ്സിൻ്റെ ക്രെഡിറ്റ്സ് ആണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ബിടെക് ബാച്ചിലേഴ്സ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ KTU യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 180 ECTS ആയിരിക്കും നിങ്ങൾക്ക് KTUവിൽ 4 ഇയർ ബാച്ചിലേഴ്സിന് കിട്ടുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ വേറെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്രെഡിറ്റ്സ് കൂടുതലായിരിക്കും. അവർക്ക് 210 ക്രെഡിറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ 220 ക്രെഡിറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഇനി അതുപോലെ 3 ഇയേഴ്സ് കോഴ്സാണ് നിങ്ങൾ പഠിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 120 ക്രെഡിറ്റ്സ് ആണ് ഉണ്ടാവുക. ഈ പറഞ്ഞ ക്രെഡിറ്റ് സിസ്റ്റം അല്ല എന്നുണ്ടെങ്കിൽ ECTS കറക്റ്റായിട്ട് നിങ്ങളുടെ എത്രയാണ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കി വയ്ക്കുക. കാരണം കുറേ യൂണിവേഴ്സിറ്റീസ് ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ക്രൈറ്റീരിയയിൽ മെൻഷൻ ചെയ്യും നിങ്ങൾക്ക് 210 ECTS ഉണ്ടാവണം, അല്ല എന്നുണ്ടെങ്കിൽ 180 ECTS ഉണ്ടാവണം. ഇനി 180 ECTS ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്രെഡിറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രിഡ്ജ് കോഴ്സസ് എടുത്തു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അഡ്മിഷൻ കിട്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ കോഴ്സസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു സബ്ജക്റ്റോ 2 സബ്ജക്റ്റോ കൂടുതൽ ചെയ്യേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റേൺഷിപ്പോ വർക്ക് എക്സ്പീരിയൻസോ കാണിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ കോഴ്സിനെയും ക്ലാസിഫൈ ചെയ്യുക. ഈ ഒരു കോഴ്സ് ന്യൂമറസ് ക്ലോസസ് ഉള്ള കോഴ്സാണോ. ഈ ന്യൂമറസ് ക്ലോസസ് അല്ല എന്നുണ്ടെങ്കിൽ NC കോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ റെസ്ട്രിക്ഷൻസ് ഉള്ള കോഴ്സാണോ അല്ലയോ എന്ന് നോക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഡാഡിൽ ഈ പറഞ്ഞ കോഴ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ പറ്റും ഈ ഒരു കോഴ്സ് ഒരു NC കോഴ്സാണോ. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിക്വയർമെൻറ്റ്സിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു കോഴ്സ് ഒരു നോൺ ന്യൂമറസ് ക്ലോസ് ഉള്ള ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റിയൊരു കോഴ്സാണ് എന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ അതൊരു NC കോഴ്സാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ NC കോഴ്സിന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ റെസ്ട്രിക്ഷൻസ് ഉള്ള കോഴ്സാണ്. ഈ അഡ്മിഷൻ റെസ്ട്രിക്ഷൻസ് ഉദ്ദേശിക്കുന്നത് എന്തിട്ടാ, അഡ്മിഷൻ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ബേസിക് ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്താലും ഈ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്ത ടോപ്പ് സ്റ്റുഡൻസിനെ മാത്രമായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സിൽ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന കോഴ്സുകളിലോട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പോൾ 75% മാർക്കൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കോഴ്സുകളിലോട്ട് നിങ്ങൾ പരമാവധി അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. കാരണം അപ്ലൈ ചെയ്താൽ നമ്മുടെ പൈസ പോകാമെന്നല്ലാതെ നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ നോൺ എൻ സി കോഴ്സസിന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇനി നിങ്ങൾക്ക് ഒരു കോഴ്സിൽ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ CGPA 2.4 താഴെ ആയിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ 2.8 മാക്സിമം നിങ്ങൾക്ക് CGPA പാടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയയിൽ നിങ്ങളുടെ മാർക്ക് ഒതുങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ അതിന് അപ്ലൈ ചെയ്യാണ്ടിരിക്കുന്നതാണ്. കാരണം ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ എന്തായാലും നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ കോഴ്സുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ അപ്പോൾ നിങ്ങൾ കോഴ്സസ് നോക്കുമ്പോൾ ഇനി ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ CGPA 2.4 ജർമ്മൻ ഗ്രേഡിൽ താഴെയാണ് കോഴ്സുകൾ റിക്വയർമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ റിക്വയർമെൻറ്റിൽ നിങ്ങൾ ഉള്ളിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അത് സക്സസ് റേറ്റ് കുറയാനായിട്ടുള്ള സാധ്യതയായിരിക്കും കൂടുതലുണ്ടാവുക. ഇനി അടുത്തായിട്ട് നോക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയും GRE അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ TOEFL IELTS സ്കോർ 7 വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ IELTS സ്കോർ 7 വേണമെന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിക്ക് IELTS സ്കോർ 6.5 വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല അഡ്മിഷൻ കിട്ടാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IELTS അവർ നോക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 7 സ്കോർ ഉണ്ടോ ഇല്ലയോ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് 7 ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ആ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നിങ്ങൾക്ക് 7 ഇല്ലേ അല്ലെങ്കിൽ 6.5 ആണോ ആ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള സാധ്യത ഇല്ല. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കോഴ്സുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഇങ്ങനെ ക്രൈറ്റീരിയാസ് എല്ലാം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 15 to 20 യൂണിവേഴ്സിറ്റീസാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അതിലെ എല്ലാ യൂണിവേഴ്സിറ്റീസിലോടും നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് പറയില്ല. നിങ്ങൾ ഏകദേശം 5 to 7 അല്ല എന്നുണ്ടെങ്കിൽ ഒരു 7 to 10 യൂണിവേഴ്സിറ്റീസിലോട്ട് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് അപ്ലിക്കേഷനുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസിലോട്ടും നിങ്ങൾക്ക് ക്രൈറ്റീരിയ നോക്കാതെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാലും ഇല്ല എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പൈസ ചിലവിൻ്റെ ആവശ്യമില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി വഴി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വഴി അപ്ലൈ ചെയ്യുമ്പോൾ 75 യൂറോയും അതുപോലെ തന്നെ രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി തൊട്ട് 35 യൂറോ തൊട്ടാണ് നിങ്ങൾ ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടി വരിക. ഇനി നിങ്ങൾ അടുത്തതായിട്ട് കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളോട് തന്നെ കറക്റ്റായിട്ട് ഓണസ്റ്റ് ആയിരിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു 80-90% ഉള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് അവൻ ചിന്തിക്കുകയാണ് എനിക്ക് ഡാറ്റ സയൻസ് വേണം അല്ലെങ്കിൽ എനിക്ക് AI കുറിച്ച് പഠിക്കണം. ഇനി നിങ്ങളൊരു 70-75 ഉള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ സയൻസും AI ഒക്കെ പഠിക്കണം എന്ന് നിങ്ങൾ ലക്ഷ്യമിടുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചിന്തിക്കുക നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റുമോ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണ ഈ ഒരു കോഴ്സ് നിങ്ങളുടെ തലയിൽ തന്നെ ലാസ്റ്റ് ബേർഡനായിട്ട് വരുമെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ചിന്തിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ ഡേറ്റ സയൻസും AI കോഴ്സുകളൊക്കെ നല്ല രീതിയിൽ ടഫാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മെഷീൻ ലേണിംഗ് കോഴ്സസൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ BTech പഠിച്ചാലും നല്ല രീതിയിൽ തലകുത്തി നിന്ന് പഠിച്ചാലാണ് നമ്മുടെ നാട്ടിൽ BTech പഠിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ബാച്ചിലേഴ്സ് പഠിക്കുന്ന സെയിം എഫേർട്ട് തന്നെ ഈ പറഞ്ഞ മാസ്റ്റേഴ്സിന് നിങ്ങൾ ഇടേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ അതിനേലും കൂടുതൽ എഫേർട്ട് നിങ്ങൾ ഇടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഇടുന്ന സിറ്റുവേഷനിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വീട്ടുകാരുണ്ട് നമ്മളെ സഹായിക്കാനായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡ് വെച്ച് തരാനും എല്ലാ കാര്യത്തിനും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹോസ്റ്റലിലാണ് നമ്മൾ നിൽക്കണേ, നമുക്ക് അവിടുന്ന് ഫുഡും കാര്യങ്ങളും അങ്ങനത്തെ പരിപാടികളാണ് മിക്ക സ്ഥലത്തുള്ളത് ഈ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ. പക്ഷേ ജർമ്മനിയിലല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു കൺട്രിയിൽ വന്നാൽ അങ്ങനെയല്ല, നമ്മൾ തന്നെയാണ് കുക്കിംഗ് ചെയ്യേണ്ടത്. പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ പഠിക്കും വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടഫ് ഡിസിഷനാണ് നിങ്ങളൊരു ടഫ് കോഴ്സ് എടുക്കുമ്പോൾ ഉണ്ടാക്കണത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 കൊല്ലത്തൊരു കോഴ്സ് ആവറേജ് ജർമ്മനിയിലെ ആൾക്കാർ മാസ്റ്റേഴ്സ് തീർക്കണത് ഒരു 3 കൊല്ലം 3.5 കൊല്ലം കൊണ്ടാണ്. അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സോ ലിങ്ക്ഡിനോ നിങ്ങൾക്ക് ഇവിടെ മാസ്റ്റേഴ്സ് പഠിക്കുന്ന ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മനസ്സിലാവും എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് തീർക്കാൻ എത്ര നാളെടുക്കും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ BTech പാസ്സാവണ പോലെ ഈ പറഞ്ഞ പോലെ തന്നെ 4 കൊല്ലത്തെ കോഴ്സ് 4 കൊല്ലത്തിൽ തന്നെ പാസ്സാവാൻ പറ്റിയതാണോ അല്ലെങ്കിൽ 2 കൊല്ലത്തിൽ തന്നെ പാസ്സാവാൻ പറ്റിയതാണോ എന്നുള്ളൊരു അവസ്ഥ ഇവിടെ നിന്ന് മാസ്റ്റേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചാൽ
മനസ്സിലാവും. പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ മാസ്റ്റേഴ്സിൽ എടുക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കോഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളെ കൊണ്ട് താങ്ങാവുന്ന കോഴ്സാണ് എടുക്കണേ. കോഴ്സിൻ്റെ മൊഡ്യൂൾസ് ഓരോന്നായിട്ട് നോക്കി പോവുക. എന്തൊക്കെയാണ് എക്സസൈസ് അവർ പറയണേ, അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് അവർ പറയണേ, എത്ര പേപ്പറാണ് അല്ലെങ്കിൽ എത്ര മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ മൊഡ്യൂൾസ് എന്തോരം ടഫാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇവിടെ കറൻ്റ്ലി ഈ പറഞ്ഞ കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാരായിട്ട് ലിങ്ക്ഡിനിൽ അല്ലാന്നുണ്ടെങ്കിൽ സിംഗിലൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കോഴ്സ് എടുക്കുമ്പോൾ ഞാൻ രണ്ടാമതും പറയുന്നു, നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റിയ കോഴ്സാണെന്ന് ഉറപ്പ് വരുത്തുക. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസിയർ ആയിട്ടുള്ള കോഴ്സസിൻ്റെ ഓപ്ഷൻസിലോട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ വന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സ് പഠിച്ച് തീർക്കണം. ആ ഒരു ടൈമിൽ ജർമ്മനും പഠിച്ച് ആ ഒരു കാര്യം കഴിഞ്ഞിട്ട് ജോലിക്ക് കയറണം. അല്ലാതെ നമ്മൾ ജർമ്മനിയിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് വെറുതെ പണിയെടുത്ത് നടക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചാളത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പൈസകളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് മുന്നോട്ട്, അല്ലാന്നുണ്ടെങ്കിൽ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഒരു 6-7 വർഷം കഴിഞ്ഞിട്ട് 6-7 വർഷം നിങ്ങൾ മുന്നേ എന്തിട്ട് ചെയ്തതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാസ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ശരിയാവേണ്ട ഒരു കാര്യമല്ല നിങ്ങളൊരു പിന്നീട് ഇൻഡസ്ട്രിയിലോട്ട് കടക്കുമ്പോൾ. അപ്പോൾ ഏറ്റവും സേഫറായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ബെറ്റർ ഒരു ആവറേജ് കോഴ്സ് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റാവുന്ന കോഴ്സാണ് ഉറപ്പ് വരുത്തിയിട്ട് ആ ഒരു കോഴ്സ് എടുത്തിട്ട് കയറി വരാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ കടിച്ചാൽ പൊട്ടാത്ത കോഴ്സുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാസ്സാവാനായിട്ട് നല്ല പാടായിരിക്കും. അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാവും കേട്ടോ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് പറയില്ല ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് കോഴ്സസ് ഡേറ്റ സയൻസ് AI ഒക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒഴിവാക്കണം എന്നോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തത് പഠിക്കണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ ഓണസ്റ്റ് ആയിരിക്കുക. ഈ ഒരു കോഴ്സ് എടുത്താൽ അല്ലാന്നുണ്ടെങ്കിൽ ടഫായിട്ടുള്ള കോഴ്സുകൾ എടുത്താൽ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടൈം ഫ്രെയിമിൽ നിങ്ങളെ കൊണ്ട് തീർക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം അതൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിൽ തീർക്കാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പ് വരുത്താം. ഇനി നിങ്ങൾക്ക് വേറൊരു ടിപ്പ് ഉപയോഗിക്കാൻ പറ്റാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റീസ് എല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്രോപ്പ് ഔട്ട് റേറ്റ് കുറവുള്ള യൂണിവേഴ്സിറ്റീസ് നോക്കാനായിട്ട് ശ്രമിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ഡയഡിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സുകൾ കിട്ടും. അപ്പോൾ ആ കോഴ്സിൽ നിങ്ങൾ ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേരുകൾ പാസ്സായി ഇറങ്ങി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ സ്റ്റുഡൻസും ഏകദേശം അവരുടെ കരിയർ തുടങ്ങിയതും പിന്നെ അവരുടെ കരിയർ എൻഡ് ചെയ്തതും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മാസ്റ്റേഴ്സിൻ്റെ ഒരു ആവറേജ് ഡ്യൂറേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏകദേശം ഒരു 5-6 പേരെ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഒരു 10 പേരെ മാക്സിമം എടുത്ത് കമ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഓരോ സ്റ്റുഡൻസും ഇത്ര ടൈം ഫ്രെയിമിലാണ് ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് തീർക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ യൂണിവേഴ്സിറ്റീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.